സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ്. കഴക്കൂട്ടത്തെ NDA വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അല്ലേ? കഴക്കൂട്ടത്ത് മാത്രമല്ല, കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയപ്രതീക്ഷയോടുകൂടിയാണ് മത്സരിക്കുന്നത്. ത്രികോണ മത്സരമുണ്ടോ കഴക്കൂട്ടത്ത്? ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ മണ്ഡലത്തിൽ അല്പം മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒന്നും മണ്ഡലത്തിൽ പറയേണ്ട കാര്യമില്ല, അവർ അത് പാടിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ, താൻ നിയമസഭയിലേക്ക് പോകും എന്നാണ്. ആ ഒരു കോൺഫിഡൻസിന് കാരണം എന്താകും? അദ്ദേഹം പല അങ്ങനെയുള്ള പ്രതീക്ഷകൾ വെച്ചതിന് ശേഷവും പണ്ട് തോറ്റിട്ടുണ്ട്. അതുപോലെ ഇത്തവണയും സംഭവിക്കും. വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവമാണ് ഒരു മന്ത്രി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം നൽകുക എന്നുള്ളത്. മന്ത്രിയുടെ ചുമതല ശബരിമലയിൽ അയ്യപ്പന് വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ ശ്രീകോവിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു മന്ത്രി തന്നെ, ദേവസ്വം മന്ത്രി കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. സ്വർണ്ണക്കൊള്ള മണ്ഡലത്തിൽ സജീവ ചർച്ചയാകും. ചർച്ചയാകുകയല്ല, ചർച്ചയാണ് ഇപ്പോഴത്തെ. BJP അതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടോ? ആ വിഷയത്തിൽ BJP അതിൽ പ്രതീക്ഷ വെക്കുകയല്ല. ജനങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ, അമ്പലം കൊള്ളയടിക്കുന്ന ആളുകളെ ജനങ്ങൾ ഒരിക്കലും അവരുടെ പ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് UDF സ്ഥാനാർത്ഥി ഒരു വാചകം പറഞ്ഞു, അതായത് ഒരേ പറമ്പിൽ അല്ലെങ്കിൽ ഒരേ കോമ്പൗണ്ടിലാണ് NDAയുടെയും LDFിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ഇരിക്കുന്നത്, അതുകൊണ്ട് അവർ തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെയാണ്. അത് ആ ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു പ്രസ്താവനയുടെ കാരണം എന്തായിരിക്കും? അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ അന്വേഷിച്ച് നോക്കണം. അവർ സജീവമായി തന്നെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ പ്രചരണത്തിൽ ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ടോ? മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ആര് മൂന്നാം സ്ഥാനത്ത്? UDF മൂന്നാം സ്ഥാനത്ത്. UDF അല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ, ആ പ്രസ്താവനകളുടെ പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ കാണുന്നത് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, വാടാനപ്പള്ളിയിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അതായത് BJP തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മണലൂരിൽ വാടാനപ്പള്ളിയിൽ കിറ്റുകൾ കൊണ്ടുവന്നു എന്നും അത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്നുമൊക്കെയാണ് ആരോപണം. അതിൽ UDFിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. അങ്ങനെ കിറ്റുകളൊക്കെ നൽകി വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യം BJPക്ക് സംസ്ഥാനത്തുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഇടപെട്ടിട്ടില്ല. പോലീസ് തെളിവില്ല എന്നുമാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? CCTV ദൃശ്യങ്ങളോ തെളിവുകളോ? പോലീസ് BJPയുടെ നിയന്ത്രണത്തിലല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി, അങ്ങനെ കിറ്റ് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ? ആ ആരോപണത്തിലൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം തന്നെ എനിക്കറിയില്ല. അപ്പോൾ തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് സംസ്ഥാനത്തും കഴക്കൂട്ടത്തും. തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ് തങ്ങൾ എന്നതാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.